ഫെബ്രുവരി 28-ലെ ആ കറുത്ത രാത്രിയിൽ ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലയിലുള്ള കൊട്ടാര സമുച്ചയത്തിന് നേരെ മിസൈലുകൾ ചീറിപ്പാഞ്ഞപ്പോൾ ഇറാന്റെ അധികാര സിംഹാസനം എന്നേക്കുമായി തകർക്കപ്പെട്ടുവെന്ന് ലോകം കരുതി. ശത്രുരാജ്യങ്ങളുടെ കൃത്യമായ പ്ലാനിങ്ങിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ട ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ലോകം കാണുന്ന മുജ്തഫ ഖമേനിയും ഇല്ലാതായെന്നായിരുന്നു പ്രാഥമികമായ നിഗമനങ്ങൾ. എന്നാൽ വിധിയെയും മിസൈലുകളെയും തോൽപ്പിച്ച് മുജ്തഫ ജീവിതത്തിലേക്ക് നടന്നുകയറിയത് കേവലം സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ്. ഈ അത്ഭുത രക്ഷപ്പെടൽ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ കളികളെ വരും ദിവസങ്ങളിൽ എങ്ങനെ ബാധിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഫെബ്രുവരി 28 ശനിയാഴ്ച രാവിലെ മുജ്തഫ ഖമേനി തന്റെ പിതാവായ അലി ഖമേനിയോടൊപ്പം കൊട്ടാര സമുച്ചയത്തിലുണ്ടായിരുന്നു. ഇറാന്റെ ഭരണസിരാ കേന്ദ്രമായ ഈ സമുച്ചയം ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായ ചില ഔദ്യോഗിക കാര്യങ്ങൾക്കായി മുജ്തഫയ്ക്ക് കെട്ടിടത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നു. അദ്ദേഹം മുറ്റത്തേക്ക് ഇറങ്ങി നടന്ന നിമിഷങ്ങൾക്കുള്ളിലാണ് കൊട്ടാരത്തിന് മുകളിൽ മിസൈലുകൾ പതിച്ചത്. 3 അതിശക്തമായ മിസൈലുകളാണ് സമുച്ചയത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം പതിച്ചത്. ഇതിലൊന്ന് മുജ്തഫ താമസിച്ചിരുന്ന മുകളിലത്തെ നിലയെ പൂർണ്ണമായും തകർത്തു. അദ്ദേഹം ഒരു നിമിഷം വൈകിയാണ് പുറത്തേക്ക് ഇറങ്ങിയതെങ്കിലും ഇറാന്റെ ചരിത്രം തന്നെ മറ്റൊന്നായേനെ. ഈ രക്ഷപ്പെടൽ വെറും ഒരു ഭാഗ്യമല്ലെന്നും ഇറാന്റെ പോരാട്ടവീര്യം ഇനിയും അവസാനിച്ചിട്ടില്ല എന്നതിന്റെ ദൈവനിയോഗമാണെന്നുമാണ് ഇറാനിയൻ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. മാർച്ച് 12-ന് നടന്ന ഒരു അതീവ രഹസ്യ യോഗത്തിൽ നിന്ന് ചോർന്ന ഓഡിയോ സംഭാഷണമാണ് ഈ സംഭവങ്ങളുടെ ഭീകരത പുറം ലോകത്തെ അറിയിച്ചത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ ഓഡിയോയിലെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖമേനിയുടെ ഓഫീസിലെ പ്രോട്ടോകോൾ വിഭാഗം മേധാവിയായ മസാഹർ ഹൊസൈനി മുതിർന്ന സൈനിക കമാൻഡറോടൊപ്പം രാഷ്ട്രീയ നേതാക്കളോടും സംഭവത്തിന്റെ കൃത്യമായ ക്രമം വിവരിക്കുന്നതാണ് ഓഡിയോയിലുള്ളത്. ആക്രമണം നടന്ന സമയത്ത് കെട്ടിടത്തിനുള്ളിലുണ്ടായിരുന്ന പലരെയും തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം ശരീരം ചിതറിപ്പോയിരുന്നുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു. മിസൈലുകൾ കൃത്യമായി മുജ്തഫയുടെ മുറി ലക്ഷ്യം വെച്ചാണ് വന്നതെന്നും അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ സുരക്ഷാ വലയത്തിനുള്ളിൽ ശത്രുക്കൾക്ക് എത്രത്തോളം കൃത്യമായി വിവരങ്ങൾ ലഭിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയായിരുന്നു ഈ ആക്രമണം. കൊട്ടാര സമുച്ചയത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മിസൈലുകൾ പതിച്ചതോടെ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. ഒന്നാമത്തെ മിസൈൽ പരമോന്നത നേതാവ് അലി ഖമേനി താമസിച്ചിരുന്ന ഭാഗത്ത് പതിക്കുകയും അദ്ദേഹത്തിന്റെ ജീവൻ കവരുകയും ചെയ്തു. രണ്ടാമത്തെ മിസൈൽ മുജ്തഫ ഖമേനിയുടെ വസതിയുടെ മുകളിലത്തെ നില പൂർണ്ണമായും തകർത്തു. മൂന്നാമത്തെ മിസൈൽ സമുച്ചയത്തിനുള്ളിലെ അടുത്ത ബന്ധുവിന്റെ വസതിയിൽ പതിച്ചു. നിരവധി കുടുംബാംഗങ്ങളും അടുത്ത സഹായികളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ സൈനിക ഘടനയുമായി ബന്ധപ്പെട്ട ചില മുതിർന്ന ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ടായിരുന്നു. ആക്രമണത്തിന്റെ ആഘാതം അത്രമേൽ ശക്തമായിരുന്നതിനാൽ രക്ഷാപ്രവർത്തനം പോലും ദുഷ്കരമായിരുന്നുവെന്ന് ചോർന്ന ഓഡിയോ സൂചിപ്പിക്കുന്നു. അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന് പിന്നാലെ മുജ്തഫ ഖമേനി രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. തന്റെ കാലിന് ചെറിയ പരിക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിലും താൻ സുരക്ഷിതനാണെന്ന് അദ്ദേഹം അറിയിച്ചു. ഗൾഫ് മേഖലയിലെ വിദേശ സൈനിക താവളങ്ങൾക്കും അമേരിക്കയ്ക്കും ഇസ്രയേലിനും നേരെ കടുത്ത മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയത്. ഇറാന്റെ പരമോന്നത നേതാവിന്റെ സ്ഥാനം ഔദ്യോഗികമായി ഏറ്റെടുത്ത ശേഷം അദ്ദേഹം നടത്തുന്ന ഓരോ നീക്കവും ശത്രുക്കളെ പ്രതിരോധത്തിലാക്കുന്നതാണ്. ഇറാന്റെ ഭരണ സംവിധാനവും സുരക്ഷാ ഏജൻസികളും ഈ പ്രതിസന്ധിക്കിടയിലും തളരാതെ പ്രവർത്തിക്കുന്നുവെന്നത് അന്താരാഷ്ട്ര നിരീക്ഷകരെ അമ്പരപ്പിക്കുന്നു. ഒരു വശത്ത് ഇന്റലിജൻസ് മന്ത്രിമാരടക്കമുള്ളവർ കൊല്ലപ്പെടുമ്പോൾ മറുവശത്ത് മുജ്തഫയുടെ നേതൃത്വത്തിൽ രാജ്യം ഐക്യത്തോടെ നിൽക്കുന്നു. മുജ്തഫയുടെ ആരോഗ്യനിലയെക്കുറിച്ച് വിദേശ രാജ്യങ്ങൾക്കിടയിൽ പലവിധ സംശയങ്ങളും ഉയർന്നിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ മുജ്തഫയെ അതീവ രഹസ്യമായി റഷ്യയിലേക്ക് മാറ്റിയെന്നതാണ് വാർത്ത. റിപ്പോർട്ടുകൾ പ്രകാരം പ്രത്യേക സജ്ജീകരണങ്ങളുള്ള ഒരു റഷ്യൻ വിമാനത്തിൽ മോസ്കോയിലെ പ്രശസ്തമായ സൈനിക ആശുപത്രിയിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും ശത്രുക്കളുടെ അടുത്ത നീക്കങ്ങളിൽ നിന്നും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിനുമാണ് ഈ നീക്കം. റഷ്യ ഈ വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഇറാനും റഷ്യയും തമ്മിലുള്ള സൈനിക സഹകരണം വെച്ച് നോക്കുമ്പോൾ ഇത് തള്ളിക്കളയാനാവില്ല. ചരിത്രപരമായി അനേകം യുദ്ധങ്ങളെയും ഉപരോധങ്ങളെയും അതിജീവിച്ച രാജ്യമാണ് ഇറാൻ. തന്റെ പിതാവിനെ നഷ്ടപ്പെട്ട ദുഃഖത്തിലും രാജ്യത്തെ നയിക്കാൻ മുജ്തഫ കാണിക്കുന്ന ധൈര്യം ഇറാനിയൻ സമൂഹത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. മിസൈലുകൾക്ക് ഒരു കെട്ടിടത്തെ തകർക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷെ ഒരു ജനതയുടെ ദേശീയ ആത്മവിശ്വാസത്തെ തകർക്കാൻ കഴിയില്ലെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഇപ്പോൾ മുജ്തഫ ഖമേനിയെ കേന്ദ്രീകരിച്ചാണ് കറങ്ങുന്നത്. അദ്ദേഹത്തിന്റെ റഷ്യൻ യാത്രയും വരാനിരിക്കുന്ന തിരിച്ചടികളും പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാക്കുമെന്നതും ഉറപ്പാണ്. എങ്കിലും സ്വന്തം സ്വാതന്ത്ര്യവും ആത്മാഭിമാനവും സംരക്ഷിക്കാൻ ഇറാൻ ഏതറ്റം വരെയും പോകുമെന്ന സന്ദേശമാണ് മുജ്തഫ ഖമേനിയുടെ ഈ അതിജീവനം നൽകുന്നത്.